നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ജൂലൈ 21 വരെ ആ പ്രവാസ നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. കടുത്ത തീരുമാനവുമായി ഇത്തിഹാദ് എയർവേസ്. എന്ന് പോകാനാകുമെന്ന പ്രതീക്ഷയോടെ പ്രവാസികൾ. ഇന്ത്യയിൽ നിന്ന് അബുദാബിയിലേക്ക് ജൂലൈ 21 വരെ യാത്രാ വിമാന സർവീസ് ഉണ്ടാകില്ലെന്ന് ഇത്തിഹാദ് എയർവേസ് അറിയിച്ചിരിക്കുകയാണ്. ഒരു യാത്രക്കാരന്റെ ചോദ്യത്തിന് മറുപടിയുമായി ട്വിറ്ററിലാണ് എയർവേസ് അധികൃതർ വിമാന സർവീസ് പുനരാരംഭിക്കുമെന്ന് ഇനിയും വൈകുമെന്നുള്ള കാര്യം വ്യക്തമാക്കിയത്. ഇവരുടെ ഈ തീരുമാനം പ്രവാസികളെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. അതേസമയം ജൂലൈ 7 മുതൽ ഇന്ത്യയിൽ നിന്ന് ദുബായിലേക്ക് സർവീസ് നടത്താനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദുബായിലെ എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചിരിക്കുന്നു. ഏപ്രിൽ 25 മുതലാണ് ഇന്ത്യയിലെ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ UAE പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയത്. ഇന്ത്യയിൽ നിന്ന് UAEയിലേക്ക് ജൂലൈ 6 വരെ സർവീസ് ഉണ്ടാകില്ലെന്ന് എമിറേറ്റ്സ് എയർലൈൻ ട്വിറ്ററിൽ യാത്രക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് പറഞ്ഞത്. വ്യക്തമായ മാർഗനിർദ്ദേശം വന്നാൽ മാറ്റമുണ്ടായേക്കാമെന്നും എമിറേറ്റ്സ് അറിയിപ്പിലുണ്ട്. ഫ്ലൈ ദുബായും സമാന അറിയിപ്പ് നൽകി ജൂലൈ 6 വരെ സർവീസ് ഉണ്ടാകില്ലെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. UAE പ്രവേശന വിലക്ക് അവസാനിപ്പിച്ച ജൂൺ 23 മുതൽ ഇന്ത്യയിൽ നിന്ന് സർവീസ് ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള അറിയിപ്പ്. എന്നാൽ നാട്ടിൽ നിന്ന് യാത്രക്കാർ എടുക്കേണ്ട റാപ്പിഡ് ടെസ്റ്റ്, ദുബായിലെത്തിയ ശേഷമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റൈൻ എന്നീ കോവിഡ് നിർദ്ദേശങ്ങളിലെ അവ്യക്തത ഇപ്പോഴുമുള്ളതിനാൽ അടുത്ത മാസം 6 വരെ സർവീസ് നടത്താനാവില്ല എന്നാണ് പ്രധാന വിമാന കമ്പനികളുടെ തീരുമാനം. ജൂലൈ 7 മുതൽ സർവീസ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ടിക്കറ്റ് ബുക്കിംഗ് തുടങ്ങിയെന്നും വിവരമുണ്ട്. എന്നാൽ ജൂലൈ 6 ശേഷം എന്തു ചെയ്യണമെന്നുള്ള കാര്യത്തിൽ UAE ഭരണകൂടത്തിന്റെ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ് വിമാന കമ്പനികൾ. റാപ്പിഡ് ടെസ്റ്റിനുള്ള സൗകര്യം സജ്ജമാക്കിയതായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവള അധികൃതർ അറിയിച്ചു. സിയാൽ ഡിപ്പാർച്ചർ ടെർമിനൽ 3-ൽ 2 എന്നെഴുതിയ തൂണിന് സമീപമാണ് ഇതിനുള്ള സൗകര്യം ഒരുക്കിയത്. കേരളത്തിലെ മറ്റ് വിമാനത്താവളങ്ങളിലും അടുത്തു തന്നെ റാപ്പിഡ് ടെസ്റ്റ് സൗകര്യം ഒരുക്കുമെന്നാണ് അറിയിപ്പ്. എന്നാൽ 3400 രൂപ വരെയാണ് റാപ്പിഡ് ടെസ്റ്റിന്റെ നിരക്കെന്നതും യാത്രക്കാരെ ആശങ്കപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.